ഈ ഓപ്പൺ ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റ് എല്ലാ കുഞ്ഞു മക്കളുള്ള അമ്മമാർക്ക് വേണ്ടിയിട്ടാണ്. കാരണം കുറച്ച് സമയമെങ്കിലും നമ്മുടെ കുഞ്ഞുമക്കള് അടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് ടിവിയോ മൊബൈലോ ഒക്കെ ഓപ്പൺ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇത് അവർക്ക് ഒരുപാട് ദോഷവശങ്ങൾ ഉണ്ടാക്കുമെന്ന് അറിഞ്ഞാൽ പോലും നമ്മുടെ സമയത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ കാണിക്കുന്ന കുസൃതിയിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് കരുതി നമ്മൾ ഇങ്ങനെ ചെയ്തു പോവുകയാണ്. 2 വയസ്സ് വരെ എന്റെ കുഞ്ഞിന് മൊബൈലോ ടിവിയോ കാർട്ടൂണുകളോ ഒന്നും തന്നെ കൊടുക്കില്ല എന്നുള്ളത് നമ്മൾ തീരുമാനിച്ച കാര്യമാണ്. ഇതൊന്നുമില്ലാത്തത് കൊണ്ട് തന്നെ അവനെ എന്റർടൈൻ ചെയ്യിക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് വലിയൊരു ടാസ്ക് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ ഓരോരോ കാര്യങ്ങൾ പുതിയതായിട്ട് ഇന്നോവേറ്റീവ് ആയിട്ട് കണ്ടുപിടിക്കാറുണ്ട്. പക്ഷേ ഞാനിന്ന് വാങ്ങിയിട്ടുള്ള ഈ കുറച്ച് പ്രോഡക്ട്സ് കുറെ നേരമെങ്കിലും നമുക്ക് കുഞ്ഞുങ്ങളെ പിടിച്ചിരുത്താനായിട്ട് പറ്റും. അതിലൊന്നാണ് ദാ ഈ കാണുന്ന ആമക്കുട്ടൻ. ഇത് നമ്മൾ 2 ഹാമറാണ് ഇതിന്റെ കൂടെ വരുന്നത്. ആ 2 ഹാമർ വെച്ചിട്ട് ഈ പൊങ്ങി വരുന്ന ഉണ്ടകൾ നമുക്ക് ഇങ്ങനെ അടിച്ചമർത്താം. ഇനി ഈ കാണുന്ന ബാഗിനകത്തുള്ളത് ആക്ടിവിറ്റികളുടെ ഒരു കൂമ്പാരമാണ്. ഒരുപാട് ആക്ടിവിറ്റികൾ ഈ കാണുന്ന ബുക്കിലുണ്ട്. സിബ് തുറക്കാനും അടക്കാനും ഷൂ ലൈസ് കെട്ടാനും ഈ കാണുന്ന ക്ലിപ്പുകൾ തുറക്കാനും ഈ കാണുന്ന ബ്ലോക്കുകളൊക്കെ അറേഞ്ച് ചെയ്യാനും അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഈ ബുക്കിലുണ്ട്. അടുത്തതാണ് ഈ കാണുന്ന ഫിഷിംഗ് ഗെയിം. ഇതൊരു ബോക്സിലാണ് വന്നിട്ടുള്ളത്. ഈ ബോക്സിൽ 2 ഫിഷിംഗ് റോഡുകളാണുള്ളത്. അറ്റത്ത് മാഗ്നറ്റ് ഒക്കെ വെച്ചിട്ടുള്ള ഫിഷിംഗ് റോഡും. അതുകൊണ്ട് തന്നെ ഈ ഫിഷിംഗ് റോഡ് നമ്മൾ ഈ കാണുന്ന ബക്കറ്റിലേക്ക് താഴ്ത്തുന്നോണ്ട് അതിലുള്ള ഏതെങ്കിലും ഒരു ഫിഷ് ഇതുമായിട്ട് അറ്റാച്ച് ചെയ്ത് നമുക്ക് മീൻ പിടിക്കുന്ന ഒരു ഫീല് തരും. അതേപോലെ തന്നെ എല്ലാ ബ്ലോക്കുകളിലും അതാത് മീനുകളുടെ പേരും ഒരു മാഗ്നറ്റിക് നോബും കൊടുത്തിട്ടുണ്ട്. ഫിഷിംഗ് റോഡിലും ഈ ഓരോ ബ്ലോക്കിലും മാഗ്നറ്റ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഒരു ചെറിയ കോൺസെൻട്രേഷൻ കൊടുക്കാതെ ഇത് അറ്റാച്ച് ചെയ്യാനായിട്ട് പറ്റത്തുമില്ല. അടുത്തതായിട്ട് ഞങ്ങൾ പൊട്ടിക്കാൻ പോകുന്ന ഈ ഒരു പാക്കറ്റും ഫിഷിംഗ് ഗെയിം തന്നെയാണ്. ഇത് കുറെ കൂടി ടോയ്സ് ആണെന്ന് തോന്നുന്ന തരത്തിലുള്ള 2 ഫിഷിംഗ് റോഡുകളും. ഇനി ഞങ്ങൾക്ക് 2 പേർക്കും ചൂണ്ടയിട്ട് മീനെ കിട്ടിയില്ലെങ്കിൽ വലയിട്ട് പിടിക്കാൻ 2 അരിപ്പകളും അവർ ഇതിന്റെ കൂട്ടത്തിൽ കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന 2 ചൂണ്ടയുടെ മറ്റത്തായിട്ട് അവർ തന്നെ ഒരു എരയെ വെച്ചിട്ടുണ്ട്. 2 ആമ കുഞ്ഞുങ്ങളാണ് ആ എര എന്ന് പറയുന്നത്. ഇതുമേ കാണുന്നത് പോലെ ചൂണ്ടയുടെ അറ്റത്ത് മാഗ്നറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മീനെ പിടിക്കാനും എളുപ്പമാണ്. അടുത്തതായിട്ട് ബിസി ബുക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്ക്ലെറ്റ് ആണ്. ഇതിനുള്ളിൽ സമയവും ആഴ്ചകളും മാസങ്ങളും നമ്പേഴ്സും നമ്മുടെ ഇമോഷൻസും കാലാവസ്ഥയും അങ്ങനെ കുറെ കാര്യങ്ങൾ ഈ ഒരു ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മൊബൈലോ ടിവിയോ ഒന്നും കൊടുക്കാതെ 1 മുതൽ 2 വയസ്സ് വരെ ഇങ്ങനെയുള്ള ചെറിയ ബുക്കുകൾ കൊടുക്കുന്ന സമയത്ത് അവർക്ക് ബുക്കുകളോടും വായനയോടും ഒക്കെ ചെറിയ ഇഷ്ടം തോന്നാം. ഇത്രയും ടെക്നോളജി വളർന്ന ഈ ഒരു സമയത്ത് കുഞ്ഞുങ്ങൾക്ക് ടിവിയോ മൊബൈലോ ഒന്നും കൊടുക്കാത്തത് ഒരു പൊട്ടത്തരമാണെന്ന് ചില ആളുകൾക്കെങ്കിലും തോന്നിയേക്കാം. പക്ഷേ വിർച്വൽ ഓട്ടിസം പോലെയുള്ള ബുദ്ധിമുട്ടുകളും അഗ്രസീവ്നെസ്സും ഒക്കെ കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു കാർട്ടൂണിൽ നിന്നും ടിവിയിൽ നിന്നും ഒക്കെ കിട്ടുന്നതാണെന്നുള്ളത് പഠനങ്ങൾ തന്നെ തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. എന്റെ കുഞ്ഞിന് വീനിങ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് കിട്ടിയ ഉപദേശങ്ങളിൽ ഒന്നാണ്, ഇനി മൊബൈൽ കാണിക്കാതെ ഒന്നും ഇരുന്നിട്ട് കാര്യമില്ല. കുഞ്ഞു ഭക്ഷണം കഴിക്കണം എന്നുണ്ടെങ്കിൽ മൊബൈൽ കാണിച്ചേ മതിയാവുള്ളൂ. കാർട്ടൂൺ ഇല്ലാതെ എങ്ങനെയാണ് കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. പക്ഷേ ഇതുവരെ 1 വയസ്സും 3 മാസവും പ്രായമുള്ള എന്റെ കുഞ്ഞിന് മൊബൈലോ ടിവിയോ കാണിച്ച് ഭക്ഷണം കൊടുക്കുകയോ അല്ലെങ്കിൽ അവനെ അടക്കിയിരുത്താൻ വേണ്ടിയിട്ട് മൊബൈൽ കൊടുക്കുകയോ ചെയ്യേണ്ടി ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ നമ്മൾ അത്തരമൊരു തീരുമാനം എടുത്ത സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മറ്റുള്ള എല്ലാ അമ്മമാർക്കും തീർച്ചയായിട്ടും ഇത് ചെയ്ത് നോക്കാവുന്നതാണ്, എസ്പെഷ്യലി വർക്കിംഗ് മദേഴ്സ്. അപ്പോൾ അത്രേ ഉള്ളൂ. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. താങ്ക്